3 തവണ EDയുടെ നോട്ടീസ് കിട്ടി. 3 തവണയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ അയച്ചു. ഈ വിവരം നമ്മൾ സാബു ജേക്കബിനോട് ക്രോസ് ചെക്ക് ചെയ്തു. സാബു ജേക്കബ് അത് തള്ളുന്നില്ല. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പോയി അത് പരിഹരിക്കുമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ TV പ്രസാദ് നമ്മൾ മനസ്സിലാക്കുന്നത് അറസ്റ്റിന് തൊട്ടു മുൻപ് ഇതല്ലാതെ അറസ്റ്റ് ഒഴിവാക്കാൻ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. 3 തവണ നോട്ടീസ് കൊടുത്തതാണ്. 3 തവണയും സാബു ജേക്കബ് ഹാജരായില്ല. സാബു ജേക്കബ് തന്നെ ഹാജരാകണം എന്നതാണ് ED എടുത്ത നിലപാട്. അത് സാബു ജേക്കബിന് അറിയാം, വലിയ തിരിച്ചടിയായി മാറും, വലിയ വാർത്തയായിട്ട് മാറും എന്നത് മനസ്സിലാക്കി സാബു ജേക്കബ് NDയിലേക്ക് വന്നു. ഇനിയിപ്പോൾ ആ ED അന്വേഷണം നിലയ്ക്കുമോ എന്നൊരു ആശങ്ക ED ഉദ്യോഗസ്ഥർക്കുമുണ്ട്, അല്ലേ TV പ്രസാദ്? അത് തന്നെയാണ് അരുൺ, അതിലെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നേരത്തെ അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഒരു തട്ടിപ്പ് കണ്ടെത്തണമെങ്കിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ഫെമ ചട്ടലംഘനം ഒക്കെ കണ്ടെത്തണമെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരുപാട് കാലത്തെ അധ്വാനമുണ്ട് അതിൻ്റെ പിറകിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. പക്ഷേ അത് കണ്ടെത്തിയിട്ട് നടപടിയിലേക്ക് കടന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു, 3 തവണ വിളിച്ചു. പിന്നെ അടുത്ത ഘട്ടം എന്നുള്ളത് അറസ്റ്റാണ്. അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സജീവമായി ചെയ്യുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാബു എം ജേക്കബിൻ്റെ പാർട്ടിയും BJPയിലേക്ക് ചേക്കേറുന്നത്. അതോടുകൂടി ആ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. സാധാരണ ഇത് കേരളത്തിൽ പതിവില്ലാത്ത കാഴ്ചയാണ്. ഉത്തരേന്ത്യയിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. BJP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് എതിരാളികളെ നിശബ്ദരാക്കാൻ, എതിരാളികളെ പിടിക്കാൻ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്കും വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്ന അത്ഭുതം, എന്തിനാണ് സാബുവും 2020യും ഇത്ര പെട്ടെന്ന് BJPയിലേക്ക് വന്നത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ 2020 എന്ന പാർട്ടിയല്ല BJPയിലേക്ക് വന്നത്. പകരം EDയെ പേടിച്ച് ED ജയിലിലിടും എന്ന് പേടിച്ച സാബു ജേക്കബിന്റെ വരവാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന അപശബ്ദങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം. അവർ അത് തിരിച്ചറിഞ്ഞു കാണണം. കാരണം സാബുവിൻ്റെ വ്യാപാര താല്പര്യത്തിന് വേണ്ടി, കച്ചവട താല്പര്യത്തിന് വേണ്ടി, ഫെമ ചട്ടലംഘനം ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി, EDയുടെ നടപടികൾ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി BJP പാളയത്തിലേക്ക് ചേക്കേറിയെന്ന തിരിച്ചറിവ് ഒരുപക്ഷെ അവർക്കുണ്ടായി കാണണം. എന്തായാലും അരുൺ, ഇതൊരു അപകടകരമായ നീക്കം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് കേരളത്തിലും സംഭവിക്കുന്നു എന്നുള്ളത് അരുൺ. ശരൺ, TV പ്രസാദ്, നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകണം. വരുന്ന മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. താങ്ക് യു ശരൺ, താങ്ക് യു TV പ്രസാദ്.